അപ്പോൾ നമ്മൾ പുതിയൊരു യാത്രക്കാണ്. നമ്മളെ അടുത്ത സുഹൃത്ത് സഹദിൻ്റെ കൂടെ ഞാൻ ജുനു കുഞ്ഞാണി ഞങ്ങളൊരു ബോട്ട് റൈഡിനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ റിയൽ വിഷൻ്റെ പുതിയ വീഡിയോ ഇവിടെ തുടങ്ങുകയാണ്. എല്ലാവർക്കും വണക്കം. വിഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സഹദിൻ്റെ കൂടെ ഒരു ബോട്ട് റൈഡാണെന്ന് റിയൽ വിഷനിൽ കാണിക്കാൻ പോകുന്നത്. എല്ലാവരും ഞങ്ങളെ കൂടെ വരിക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ആ എൻജിന് തോണിയിലേക്ക് ഇറക്കാനുള്ള ശ്രമത്തിലാണ്. ആശാൻ്റെ ഓരോ വിക്രസുകളാണ്. ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. ചെയിന് സാധുവും ജുനും പരിപാടിയിലാണ്. നമ്മളെ എൻജിൻ ഫിറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. കുഞ്ഞാണി ഇറങ്ങി. സാധിൻ്റെ ഓരോ ഉഡായിപ്പ് പരിപാടികളാണ്. രണ്ട് ടൈപ്പാ. മഡ് ഇങ്ങനെ തന്നെ ഉണ്ടാവുക. മറ്റേ ടൈപ്പ് ആകുമ്പോൾ ഇങ്ങനെ കുത്തടക്കുന്നത് അതവിടെ ഉണ്ടോന്ന് ചേർത്ത് ഞാൻ അതിനെ പിടിച്ചിട്ട് മഡാക്കാനുള്ള പരിപാടി നോക്കുക. കാരണം മഡ് നമുക്ക് ഇവിടെ കുറച്ച് സപ്ലൈ ചെയ്യാൻ പറ്റും. നടന്നില്ല. ആക്സിലേറ്ററൊക്കെ വർക്കിംഗ് അല്ലേ? അപ്പം പുതിയ കേബിളൊക്കെ ഉണ്ടാക്കി ഇതടക്കം കവർ ചെയ്യും. ഇറങ്ങൂല അതിൻ്റെ ഉള്ളിൽ കൂടെ ആ പെട്രോൾ ഒഴിക്കാൻ കുപ്പിത്തട്ടൊന്നും കിട്ടിയില്ലായിരുന്നു. ഒരില കുമ്പിൾ കുത്തിയിട്ടേ പെട്രോൾ ഒഴിക്കുക. കന്നാസിൽ ഫുള്ള് പെട്രോളായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു സാഹസികത്തിന് മുതിർന്നത്. കിടിലൻ ഐഡിയകളാണ്, കിടിലൻ വൈബുകളാണ്. ആദ്യം ഒന്നവിടെ തട്ടി പിടിച്ചത് എന്താ പറയുക, പെട്രോളൊക്കെ ഒന്ന് ലെവലായിട്ട് ഇറങ്ങിയില്ല. എന്നാൽ സ്റ്റാർട്ട് ചെയ്യാണ്. ആ ലിവർ പുഴക്കിലേക്ക് തെറിച്ച് പോയിട്ടേ തപ്പിയെടുക്കുക സാത്. ആ കിട്ടി 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 കഴിച്ചില്ലായി. ഇല്ലെങ്കിൽ ഇന്നത്തെ ട്രിപ്പ് മുടങ്ങുമായിരുന്നു. സാധാരണ അങ്ങനെ ഒന്നും പോയിട്ടൊന്നുമില്ല. ഫസ്റ്റ് ഇത് അടിക്കുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വെച്ചടിക്കണം. അതാ അതാ സംഭവം സക്സസ് ആണ് കേട്ടോ.
ചാലിയാർ വഴി ഒഴുകി 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 ഇതാ കടവിൻ്റെ തീരത്ത് എത്തിക്കണേ. കടവാണ് കാണുന്നത്. കടവെന്താ റിസോർട്ട്. ഇങ്ങനെ പോയാൽ ബൈപ്പാസ് റോഡിലെ തമിഴ്നാട്ടുകാരെ ബൈപ്പാസ് റോഡിലെ ബ്രിഡ്ജിലെ ആ ഒരു ബ്രിഡ്ജിൻ്റെ താഴെ എത്തിയിരിക്കുകയാണ്. ഇനിയും പോയാൽ കടലിലേക്ക് അറബിക്കടലിലേക്കുള്ള യാത്രകൾ. അപ്പോൾ അതുമ്പോൾ നമ്മളെല്ലാവരും കാണാറുണ്ട് ഒരു തുരുത്ത്. ആ ഒരു തുരുത്തിൻ്റെ അരികത്ത് കൂടെ അപ്പുറത്തും ഇപ്പുറത്തും ചാലിയാറിൽ കേട്ടോ. ആ സൈഡും ഈ സൈഡും ചാലിയാറാണ്. കടവ റിസോർട്ടിൻ്റെ താഴെ ഭാഗം. അപ്പോൾ അതും കൂടെ ഇഷ്ടംപോലെ വണ്ടി കോഴിക്കോട്ടേക്ക് നീങ്ങുന്നുണ്ട്. കാറുകളാണ് ഇഷ്ടം. പോകുന്നത് അതിൻ്റെ തുഞ്ചത്ത് ഷാഫി അതിൻ്റെ ഡ്രൈവർ ഷഹദ്. ആ തിരിച്ചു വരവിലാണ് പാലത്തിൻ്റെ മുകളിലേക്ക് തന്നെ വന്നു. ഹോട്ടൽ റിസോർട്ട് റാവിസിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ്. SLR ക്യാമറയിലുള്ള വീഡിയോ ആണ്. അതാണ് ഇത്രയും സൂം ചെയ്ത് ചെയ്യാൻ പറ്റുന്നത്. കൈ പെട്ടെന്ന് ഇളകുമ്പം നല്ല ഷേക്കിങ് വരും, ക്ഷമിക്കുക. ഹൗസ് ബോട്ട്, റാവിസിൻ്റെ ഹൗസ് ബോട്ടാണിത്. അതേപോലെ റാവിസിൻ്റെ ഒരു കടവാണ്, ഒരു ചെറിയ ചങ്ങാടങ്ങളൊക്കെ ഉള്ളൊരു കടവാണ്. കണ്ടൽക്കാടുകൾ പോലെ നല്ല രസമുള്ള തുരുത്തുകൾ, ഒരു ചെറിയ ദ്വീപ് പോലെ. ഇതാണ് റാവിസിൻ്റെ ഹൗസ് ബോട്ട്. റാവിസിൻ്റെ ദൂരക്കാഴ്ചയാണിത്. നല്ല ഭംഗിയുള്ള ലൊക്കേഷനിലാണുള്ളത്. അത് അടുത്ത് കണ്ട ഒരു തുരുത്താണ്. ആ തുരുത്തിൽ ഞങ്ങൾ കയറി നോക്കി. അവിടെ ഒരു പഴയ ശോഷിച്ച് കിടക്കുന്ന ഒരു വീട് മൊത്തം തകർന്ന് കിടക്കുകയാണ്. ഒരു പ്രേത ബംഗ്ലാവൊക്കെ പോലെ തോന്നുന്നു. അതിൻ്റെ ചുറ്റും നടന്ന് നോക്കി. ഇവിടെ ഒന്നും ആരും ഇല്ല കേട്ടോ. ഇപ്പോൾ ആൾതാമസം ഇല്ലാത്ത ഒരു ഭാഗമാണിത്. കാട് പിടിച്ച് കിടക്കുകയാണ്. ഇവിടെ നിറച്ച് ഈന്തുണ്ട്. ഈന്തിൻ്റെ തൈകളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ അങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ഫുള്ള് കാടാണ്. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഫുൾ കാട്, ഫോറസ്റ്റ് ഫുൾ കാട്. ഈ ഫോറസ്റ്റ് മൊത്തമായിട്ട് കാടാണല്ലോ. ജംഗിളാ. ജംഗിളല്ലേ? മൂടപ്പെട്ട ഒരു ഫോറസ്റ്റാണ്. ആശാന് ഈന്തിന്റെ തൈകള് ശേഖരിക്കുന്ന തിരക്കിലാണ്. കണ്ടില്ലേ, നൊസ്റ്റാൾജിക് ഫുഡ് എന്നൊക്കെയാണ് പറയുന്നത്. പുറത്തൊക്കെ ഇപ്പോൾ വളരെ കുറഞ്ഞ ഒരു സാധനമാണ്. പക്ഷേ ഇത് ഈ തുരുത്തിനകത്ത് ഇത് ഒരുപാടുണ്ട്. ആകെ കാണുന്നത് ഫുൾ അതിന്റെ തൈകൾ ഒരുപാട് കിട്ടാണ്ട്. ഇതിന്റെ കാഴ പൊടിച്ചിട്ട് അത് ബീഫും കൂട്ടിയിട്ട് അതിന്റെ കട്ട് കളയണം. അത് വെള്ളത്തിലിട്ട് ഊറ്റിയെടുത്തിട്ട് അങ്ങനെ അതിൻ്റെ അത് കുറച്ച് ഒരു കട്ട് എന്ന് പറയുന്നത് ചെറിയൊരു, നമുക്ക് ചിലർക്ക് അലർജി ഒക്കെ ഉണ്ടാകുന്ന സാധനം ഉണ്ട്. കളഞ്ഞിട്ട് ബീഫ് കൂട്ടിയിട്ടും പലതരം ഐറ്റം പുട്ടൊക്കെ ഉണ്ട്. ഉമ്മ പണ്ട് കൂട്ടിൽ കുറേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാലത്തിലേക്ക് വീണ്ടും നമ്മൾ മടങ്ങിപ്പോകാൻ കഴിയുമോ നോക്കട്ടെ. ഒരുപാട് തൈയൊന്ന് കൊണ്ടുപോയിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഗാർഡനിലൊക്കെ വെക്കുകയും ചെയ്യാം. നല്ല രസമായ ചെടിയാണ്. ഫുള്ള് ഈന്തോണ്ടുള്ളൊരു കളിയാണ് അല്ലേ. ഈന്തിൻ്റെ ഡാർക്ക് ഏരിയ. ഈന്തോണ്ടൊരു ആഘോഷമാണ് ഇവിടെ. കുറേ തൈകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടേ. ഈന്തിൻ്റെ തൈകളൊക്കെ കൊണ്ടുപോയിട്ട് നമുക്കൊന്ന് കുഴിച്ചിട്ട് നോക്കാൻ. ചെറിയ തുരുത്താണ്, എന്നാൽ കുറച്ച് നടക്കാനുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ എത്തണമെങ്കിൽ. 2019 വലിയ വെള്ളപ്പൊക്കത്തിൽ നിലമ്പൂർ ഭാഗത്തു നിന്ന് ഒലിച്ചു വന്ന ഒരു വലിയ മരത്തടിയാണ്. അതിൻ്റെ മുകളിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾ തുരുത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്.
ചാലിയാറിൻ്റെ തീരത്തിലുള്ള ഫെറോപ്ലൈൻ്റെ ഒരു സ്ഥാപനമാണ്. അത് പുഴത്തീരത്തു നിന്ന് നല്ല കാഴ്ചയാണ്. വരുന്ന വഴി കുറച്ച് പയ്യന്മാർ കുളിക്കുന്നുണ്ടായിരുന്നു. തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് ചരിഞ്ഞ് കിടക്കുന്ന തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് ചാടുക. എന്ത് രസകരമായിട്ടുള്ള കാഴ്ചയാണെന്നറിയാം. കയറി ചാടാൻ തോന്നി, പക്ഷേ സമയം കുറവായതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടില്ല. ശേഷം ഞങ്ങൾ പോയത് തിരുത്തിയാട് മാട് എന്ന് പറയും. ആ തിരുത്തിയാട് മാടിൻ്റെ 2 മാടിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് വഴിയുണ്ട്. 2 സൈഡും നല്ല കണ്ടൽ കാടുകൾ പോലെ തോന്നിക്കുന്ന മരങ്ങൾ. അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് യാത്ര ചെയ്യാൻ വല്ലാത്തൊരു ഫീലാണ്. അടിപൊളി കാഴ്ചകളാണ്. ഒരു ഡാർക്ക് ഏരിയയാണ്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ കുറച്ച് ദൂരം ഞങ്ങൾ കടന്നുപോയി. ആ സമയത്താണ് അത് കുറച്ച് വെള്ളം വളരെ കുറവാണ്. അവിടെ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ നമ്മളെ എൻജിൻ്റെ ഫാനിൻ്റെ മുകളിൽ ചാക്ക് കുടുങ്ങി. പഴയ ചാക്ക് കഷ്ണം അത് ക്ലീൻ ചെയ്യാണ് സായത്. കുറച്ച് നേരം അവിടെ ടൈം പോയി. ശേഷം നമ്മൾ സിംഗിളായിട്ട് ഓരോരുത്തർ തോണിയിൽ കയറിയിട്ട് ഒരു സ്പീഡ് റൈഡാണ് ഞങ്ങൾ ചെയ്തത്. ബാക്കിയുള്ളവർ കരക്ക് കയറി. വീഡിയോ എടുക്കുന്നത് ജുനു ആണ്. ക്യാമറയിലാണ് സൂം ചെയ്തിട്ട് എടുക്കുകയാണ്. കുറേ ദൂരത്താണുള്ളത്. ഒരു സ്പീഡ് റൈഡാണ്. നല്ല അടിപൊളി മുഹൂർത്തമായിരുന്നത്. കാരണം കുറച്ച് പേടിച്ചിരിക്കേണ്ട ഒരു സമയമാണ്. കാരണം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇളകിക്കഴിഞ്ഞാൽ തോണി മറിയും. അതുകൊണ്ടാണ് ഫോണും ക്യാമറയും ഒക്കെ കരക്ക് വെച്ചിട്ട് ഒരു സ്പീഡ് റൈഡ് ചെയ്തത്. നല്ല കിഡിലൻ സ്പീഡാണ്, നല്ല എൻജിനാണ്. പഴയ സാത് സ്കൂട്ടറിൻ്റെ ഹീറോ ഹോണ്ടൻ്റെ എൻജിൻ എടുത്തിട്ട് അതിൽ നിന്ന് മിനുക്ക് പണികളൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ടാക്കിയത്. ആള് നല്ല വിദഗ്ധനാണ്. പണ്ട് മുതലേ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് പേര് കേട്ട ആളാണ് സാദ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഉച്ചവരെ ഇങ്ങനെ കഴിഞ്ഞു. ഇതാണ് ഇന്നത്തെ റിയൽ വിഷൻ്റെ വീഡിയോ. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.